കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ശ്രീനന്ദയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിലുണ്ടെങ്കിൽ ഒരുപാട് പേര് പല രീതിയിലുള്ള തിയറീസൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കണക്ക് അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും ഉറപ്പായി വന്നിട്ടില്ലായിരുന്നു. നേരത്തെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കിട്ടിയതിന് ശേഷം ഉണ്ടെങ്കിൽ അങ്ങനെ അസ്വാഭാവികമായിട്ട് ഒന്നും നടന്നിട്ടില്ലെന്നുള്ളൊരു കാര്യമാണ് മനസ്സിലായിരിക്കുന്നത്. വീണയിൽ നിന്നാണ് ഇത് കണക്ക് മരണം ഉണ്ടായിരിക്കുന്നതെന്ന് മാത്രമാണ് മനസ്സിലായിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കാര്യം ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഈ വീഡിയോ കുട്ടിയുടെയൊക്കെ കാണിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഫ്രണ്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയുന്നത് കൂട്ടുകാർക്ക് എന്തെങ്കിലും അറിയാവുന്നതായിരിക്കും, അവരുടെ അടുത്ത് പിടിച്ച് ചോദിച്ചാൽ മതി, ഇനി കൂട്ടുകാരാണോ ഇനി കാരണമെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരുണ്ട് ഇത് കണക്കുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു അടിസ്ഥാനപരമായിട്ടുള്ള സത്യമോ കാര്യമോ ഒരു തെളിവോ കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ ആൾക്കാരുണ്ട് ഇതിനകത്തുള്ള തിയറിയൊക്കെ വെച്ച് ഓരോരോ കഥകൾ ഉണ്ടാക്കി വിടുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള ഒരു കാര്യങ്ങൾ നമുക്കറിയത്തില്ല. എന്നാൽ പോലും ഉണ്ട് ഇങ്ങനത്തുള്ള ഓരോരോ തിയറികൾ ഉണ്ടാക്കി വിടുന്നതല്ലാതെ യഥാർത്ഥത്തിൽ എന്തോ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇപ്പോൾ ബാക്കിയുള്ളവർ ഇങ്ങനത്തെ ഉള്ള ഓരോരോ തിയറികൾ ഉണ്ടാക്കുന്നതിന് പകരം പോലീസ് അന്വേഷിച്ച് അതിന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും. അതല്ലാതെ ബാക്കിയുള്ളവർ ഇത് കണക്ക് കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ആരെങ്കിലും പ്രതിയാക്കണമെന്ന് വിചാരിച്ചിട്ട് തീർച്ചയായിട്ടും ഇതിനകത്തുള്ള കാര്യങ്ങൾ പറയുന്നത് അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല.